നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. മനസ്സിലായ? ആദ്യം നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസം കഴിയട്ടെ. നമുക്ക് ജനുവരി ആകുമ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ജനുവരിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഓക്കെ ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ ഇനി ഞാൻ എന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ കിടക്കാം. അത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കത്തും എന്താ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? പിന്നെ അതുകൊണ്ട് തന്നെ അതിനകത്ത് ടൈം ടേബിൾ ചോദിക്കുന്നുണ്ട്, പിന്നെ സ്റ്റഡി പ്ലാൻ എല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്ക് അതെല്ലാം അറേഞ്ച് ചെയ്തിടാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓക്കെ ബൈ. നല്ലോണം പഠിക്കുക. അപ്പം ഞാൻ സമ്മറൈസ് ചെയ്യണോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുള്ള ആൾക്കാർ ഡിഗ്രി ലെവൽ വെച്ച് പഠിക്കുക, താഴെ എക്സാംസ് എല്ലാം എഴുതിയെടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ എന്തൊക്കെ വഴിയാണ് നമുക്ക് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ള സോഴ്സ് പറഞ്ഞാൽ SCRT NCERT പഠിക്കണം, റാങ്ക് ഫയൽ പഠിക്കണം, യൂട്യൂബ് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യണം. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നാളെ തൊട്ട് നമുക്ക് നല്ലപോലെ പഠിച്ച് തുടങ്ങണം. പിന്നെ എന്റെ ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ആണ്. അടുത്ത ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ വെച്ചോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കുന്നു, ബയോളജി പഠിപ്പിക്കുന്നു, അതിന് വ്യൂസ് കാണത്തില്ല. കാരണം എന്താ? നീ മോട്ടിവേഷൻ കേൾക്കാതിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തില്ല, അടുത്ത പഠിക്കാനുള്ള വീഡിയോ കാണുന്നില്ല. നിങ്ങൾക്ക് മോട്ടിവേഷൻ മാത്രം മതിയോ? മോട്ടിവേഷൻ മാത്രം വെച്ചാൽ നമുക്ക് ജോലി കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കേൾക്കാം. ഓക്കെ ബൈ.